നമസ്കാരം. മറുനാടൻ മലയാളി ചാനൽ എഡിറ്റർ ഷാജിൻ സ്കറിയയ്ക്ക് നേരെ നടന്ന വധശ്രമത്തിനെതിരെ പാലാ മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ മാധ്യമപ്രവർത്തകർ പാലാ മൂന്നാനിയിലെ ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മീഡിയ അക്കാദമി പ്രസിഡന്റ് എബി ജെ ജോസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവുമുള്ള നാട്ടിൽ ഷാജിൻ സ്കറിയയ്ക്കെതിരെ നടന്ന വധശ്രമം ഞെട്ടിക്കുന്നതാണ്. സത്യത്തിന്റെ വാ മൂടിക്കെട്ടാനുള്ള ഇത്തരം ശ്രമങ്ങളെ ജനങ്ങൾ പരാജയപ്പെടുത്തണം. വധശ്രമത്തെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടുകൾ ഗൗരവകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മീഡിയ അക്കാദമി സെക്രട്ടറി തങ്കച്ചൻ പാല അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പത്രപ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്ഥിതിയും ഭയാനകമായി കഴിഞ്ഞു. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാർത്തകൾ തെറ്റാണെങ്കിൽ നിയമമാർഗം സ്വീകരിക്കാമെന്നിരിക്കെ നിയമം കയ്യിലെടുക്കാവുന്ന നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് തങ്കച്ചൻ പാല ചൂണ്ടിക്കാട്ടി. ഷാജിൻ സ്കറിയെ ആക്രമിച്ചവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മീഡിയ അക്കാദമി വൈസ് പ്രസിഡന്റ് സാംജി പഴയപറമ്പിൽ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മീഡിയ അക്കാദമി ഭാരവാഹികളായ ഫാദർ ജെയ്മോൻ നെല്ലിക്കുന്ന് ചെരുപുരയിടം, അനിൽ ജെ തയ്യിൽ, അഡ്വക്കേറ്റ് ജോയ്സ് ചന്ദ്രത്തിൽ, പ്രിൻസ് ചാത്തനാട്ടുകുന്നേൽ, MR രാജു, സുധീഷ് നെല്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സത്യസന്ധമായ വാർത്തകൾ പുറത്തു കൊണ്ടുവരുമെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. ഷാജിൻ സ്കറിയയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പത്രാധിപർ ശ്രീ ഷാജിൻ സ്കറിയയെ ഒരു കൂട്ടം അക്രമികൾ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പാലാ മീഡിയ അക്കാദമി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഷാജിൻ സ്കറിയയെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും മീഡിയ അക്കാദമി ആവശ്യപ്പെടുകയാണ്. ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പത്രപ്രവർത്തന രംഗത്ത് കേരളത്തിലാകെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജിൻ സ്കറിയയ്ക്ക് ഇന്നലെ മർദ്ദനമേറ്റ ഒരു സംഭവം ഉണ്ടായി. എല്ലാ കക്ഷികളെയും നമുക്കറിയാം, അവരുടെ ശാക്തിക മേഖലകളിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഇല്ലാതാക്കാൻ, കായികമായിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ CPM-ൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും BJP-യുടെ ഭാഗത്തു നിന്നായാലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത് ഷാജിൻ സ്കറിയയ്ക്ക് ഈ മർദ്ദനമേറ്റ് നാളെ നമ്മളിൽ ഓരോരുത്തർക്കും ഈ മർദ്ദനമേക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ഓരോ ചടുലമായി പ്രവർത്തിക്കുന്ന ഓരോ പത്രപ്രവർത്തകൻ്റെ മുകളിൽ ഡെമോക്രസിൻ്റെ വാളായി ഈ മർദ്ദനങ്ങളും ഈ വ്യവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു മാനം നൽകിയ ആളാണ് ഷാജിൻ സ്കറിയ. ഒരു മാധ്യമപ്രവർത്തകന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടും നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഇത് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, പാലായിലെ ഓൺലൈൻ മാധ്യമത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നിപ്പോൾ ഈ സമര രംഗത്ത് വന്നിരിക്കുന്നത്. ഷാജിൻ സ്കറിയയെ ആക്രമിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കുക, അതുപോലെ തന്നെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുക, ഞങ്ങളെപ്പോലുള്ളവർക്ക് സംരക്ഷണം തരാൻ സർക്കാർ തയ്യാറാകുക എന്നുള്ള ആവശ്യങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്.